ഓ സൈക്കിള് ചവിട്ടി ചവിട്ടി വയ്യാണ്ടായി. ഇവിടെ എവിടെയൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചാൽ എല്ലായിടത്തും നല്ല വെയിലാണ്. ഓ ഇവിടെ നല്ലൊരു വലിയ വീടുണ്ടല്ലോ. ആ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്തോ. ഓ എന്താ വലിയൊരു വീടാ. ഇയാളൊന്നും വീടൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ ഒരാളില്ലല്ലോ. വെറുതെ വീടൊക്കെ തുറന്നിട്ട് പോയിരിക്കണല്ലോ. ആ നമുക്ക് അങ്ങനത്തെ ഒരു വീട് കിട്ടുന്നേലും. ഇവിടെ വെച്ചാ വിശക്കുന്നുണ്ട് എനിക്ക്. ഇവിടെ ഒരാളോട് എന്തെങ്കിലും ചോദിച്ചാൽ ഒരാൾ തരൂല്ല. എന്തപ്പ ചെയ്യാ, കയ്യിലാണെങ്കിൽ 5 രൂപ പൈസ അല്ല. എന്തപ്പ ചെയ്യവരോടൊക്കെ ഒന്ന് ചോദിച്ചില്ല. അത് ചേട്ടാ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, എന്തേലും തരുമോ വാങ്ങിച്ച് കഴിക്കാന്. ഗൈസ് ആള് മെയിൻ ചെയ്യാണ്ട് പോയി. ഗൈസ് ഇവിടെയുള്ള എല്ലാരും ഇങ്ങനെ തന്നെ. ഒരാള് 5 രൂപ പൈസ പോലും തരില്ല. നമ്മൾ പാവപ്പെട്ടവനാന്ന് വിചാരിച്ചിട്ട് ഒരാൾക്കെങ്കിലും ഒന്ന് സഹായിച്ചൂടെ. എന്ത് കഷ്ടാണ് ഗൈസ്. എയർപോർട്ടിൽ എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ എന്തോ. ആരെങ്കിലും നിലത്ത് വേസ്റ്റ് തിന്നേൻ്റെ വേസ്റ്റൊക്കെ ഇട്ടിട്ട് പോവില്ലേ, അതിൽ കിട്ടിയാൽ മതി. ഓ പ്ലെയിനൊക്കെ കണ്ട, എന്തൊരു വലിയ പ്ലെയിനാ. ഞാനൊരു ദിവസം അത് ഓടിക്കും. അപ്പം ഈ നാട്ടുകാരൊക്കെ എന്നെ നോക്കി വരുന്നുണ്ട്. ആ ഈ കാറേരെ അതാളൊക്കെ നല്ല ത്രാട്ട് കളിക്കും. ഞാൻ പോവുക ഇവിടുന്ന്, അത് നല്ലത്. എന്തപ്പോ ചെയ്യുക ഗൈസ്, കയ്യിലാണ് 5 രൂപ പൈസ അല്ല, സ്വന്തമായിട്ടൊരു വീടും ഇല്ല. വാങ്ങിച്ച് തിന്നാനാണെങ്കിൽ ആരും പൈസയും തരില്ല. ഇവിടെ എൻ്റെ കയ്യിലാണെങ്കിൽ ഡ്രസ്സൊന്നും ഇല്ല കേട്ടോ. രാത്രിയൊക്കെ ആകെ തണുത്തിട്ട് ഭ്രാന്ത് പിടിക്കും. ഈ ഒരു ബനിയനും ട്രൗസറും മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. പിന്നെ ഈ സൈക്കിള് ഒരു സ്ക്രാപ്സ് കടയിൽ നിന്ന് ഞാൻ അടിച്ചു മാറ്റി കൊടുക്കുന്നതാ. അന്ന് തന്നെ കുറെ ഏറ് കിട്ടിയിട്ടുണ്ട് പുറത്തേക്ക്. എന്തപ്പോ ചെയ്യുക, അവിടെ എവിടെയൊക്കെ ഇരുന്നാലാ ഈ മരത്തിൻ്റെ ചവിട്ടിയിലിരിക്കുക നല്ലേ. ഇതെന്താണ് ഗൈസ്, അതെന്തൊക്കെ എടുക്കണവിടെ. നിർത്തുവൊക്കെ എന്തായാലും. ഇതൊരു ഫോണല്ലേ. ഈ ഫോൺ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. ഇതിലൊരു കോളിൻ്റെ ഓപ്ഷൻ ഉണ്ടല്ലോ, അത് നെക്കി വെക്കാം. ഇതിൽ നമ്പർ അടിക്കാൻ പറയണ്ടില്ല. ജസ്റ്റ് നമുക്കൊരു 500 അടിച്ചു നോക്കാം. 500 അടിച്ചിട്ടുണ്ട്. ഇതെന്തോ, ആ ഫോണിൽ ഞാനൊരു നമ്പർ അടിച്ചപ്പോ ഒരു കാറ് കിട്ടി. നീ സ്വപ്നാണോ കാണുന്നത്? ഇതെന്തോ ഗൈസ് നടക്കുന്നത്. വണ്ടിയുള്ളിൽ കയറി നോക്കട്ടെ. ഇത് റിയലാണ് ഗൈസ്. എന്റെ മോനെ, ആദ്യമായിട്ട് ഞാനൊരു കാർ ഓടിച്ച്. കാറൊക്കെ അല്ലെങ്കിൽ ഓടിക്കാനൊക്കെ അറിയാം, ലൈസൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാന്നുള്ളൂ. പൈസയും കാറൊന്നും ഇല്ല. നമുക്ക് ഈ ഫോൺ എടുത്തിട്ട് ഇനി നമുക്ക് എന്താ പഠിക്കാം, ഏത് നമ്പറാ പഠിക്കാം. ജസ്റ്റ് ഒന്ന് 800 അടിച്ചു നോക്കാം. ഇത് പിന്നെ ഒരു കാർ വന്ന്. ഇതേതാ, ബുഗാട്ടി ഷിറോൺ അല്ലേ? എന്റെ പൊന്നെ ഗായ്സ്, ഇത് ഞാൻ സ്വപ്നം കാണാണോ ഓട്ടോ. ഇതൊക്കെ റിയലാണോ എന്തോ. എടാ ഇത് ഞാൻ ബുഗാട്ടി ഓടിച്ച്. എന്നാലും ഇവിടെ ആര് ഈ ഫോൺ ഇവിടെ കൊടുത്തിട്ട് പോയത്. ഇതൊക്കെ റിയലാണ്. നമുക്കിപ്പോ ഒരു കാര്യം ചെയ്താലോ, 2000 അടിച്ചു നോക്കാം. ചിലപ്പോ 2000 രൂപ കിട്ടിയല്ല, അങ്ങനെ ആയാലും മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ റിച്ച് ആവും. 2000 രൂപ കിട്ടും. റോൾസ് റോയ്സ്. എന്റെ പൊന്നെ, ആദ്യമായിട്ട് റോൾസ് റോയ്സിലൊക്കെ ഞാൻ കയറി ഇരിക്കണ തന്നെ. ഇതൊക്കെ തൊടാൻ പോലും കിട്ടാറില്ല എനിക്ക്. ഈ നാട്ടിലുള്ള ഒരാളേക്കൽ പോലും ഇല്ല ഈ വണ്ടി. എന്റെ മോനെ, ഞാൻ ആദ്യമായിട്ട് റോൾസ് റോയ്സ് ഓടിക്കണ്. ഞാൻ റോൾസ് റോയ്സ് ഓടിച്ച്. ഈ പൈസ ഇല്ലാത്ത എനിക്കൊക്കെ ഈ ഫോൺ കിട്ടിയ ഭയങ്കര ഉപകാരമായിട്ടോ. എന്നാലും അവിടെ ആരാവും ഈ ഫോൺ കൊടുത്തിട്ട് പോയിട്ടുണ്ടാവാ. ഇതെന്തു ഗൈസ്, റോൾസ് റോയ്സ്. എന്റെ മോനെ, ഇതൊക്കെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പൈസ കിട്ടും. അല്ല, ഇതൊക്കെ ഒരു പ്രാവശ്യമാണ് നമുക്ക് വിളിക്കാൻ പറ്റുക. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒന്നും കൂടി വിളിച്ചോക്കട്ടെ. ഒരു പ്രാവശ്യമാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്ന് അറിയണമല്ലോ. ഇനി ഇത് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ വണ്ടി സ്പോൺ ചെയ്യുക, വിൽക്കുകയൊക്കെ ചെയ്യാം നമുക്ക്. അല്ല ഗൈസ്, ഇത് അൺലിമിറ്റഡ് ആണ്, ഇത് ഫ്രീ ആണ്. നമുക്ക് ഇത് കുറേ കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടികളൊക്കെ ഞാൻ ഷോറൂമിൽ കൊണ്ടുപോയി, അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറേ ക്യാഷും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റിച്ച് ആവാം എനിക്ക്. അയ്യോ, അവിടെ പോയി ഇടിച്ചല്ല. അത് സീനില്ല, നമുക്ക് ഇനി ഫോണിൽ വിളിച്ചടിച്ചാൽ മതിയല്ലേ, നമുക്ക് കുറേ വണ്ടികൾ കിട്ടുമല്ലോ.
നമുക്ക് എന്തായാലും ഇത് ഷോറൂമിൽ കൊണ്ടുപോയിട്ട് എത്ര രൂപ കിട്ടുമെന്ന് ചോദിച്ചു നോക്കാം. ഗൈസ്, ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ അവിടെ ഷോറൂം വരെ എത്തിയപ്പോഴത്തേക്കും നമ്മളെ റോൾസ് റോയ്സ് സ്ക്രാപ്സിൽ കൊടുക്കേണ്ട അവസ്ഥയായി. നമ്മളെ കുപ്പിപ്പാട്ടയിൽ കൊണ്ടു കൊടുക്കേണ്ടി വരും ഈ വണ്ടി. നമുക്ക് പേടിക്കാനൊന്നുമില്ലേ, നമ്മളെ ഫോൺ ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഒരെണ്ണം കൂടെ വിളിക്കാം, നീ സെറ്റാവും. എവിടെ ഫോണ്? 2000 കണ്ട് അടിക്ക്. പൈസ കൊണ്ട് വരട്ടെ, അല്ല കാറും കൊണ്ട് വരട്ടെ. കേറതിൻ്റെ ഉള്ളില്. ഈ കാറ് വിറ്റിട്ട് വേണം കുറച്ച് ഫുഡൊക്കെ കഴിക്കാൻ. എന്നിട്ട് വേണം കുറച്ച് ഡ്രസ്സുകളൊക്കെ ഒന്ന് വാങ്ങിച്ചു തരണം. നമുക്ക് ആദ്യം കാർ ഷോറൂമിലത്തെ മാനേജറിനോടും കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം ഈ വണ്ടി എത്ര കിട്ടുമെന്ന്. ഇതിത്തെ എൻട്രൻസ് എവിടെ? ആ ഭാഗത്താണ്. അവിടെ നമുക്ക് വണ്ടി അടിക്കരുത്. ബമ്പർ പൊളിഞ്ഞല്ല. ഭാഗ്യത്തിന് വരെ ഷോറൂമിനൊന്നും പറ്റിയില്ല. ഇനി ഇതിന്റെ മാനേജർ എവിടെ എന്തോ പോയി കിടക്കണത്, നമുക്ക് പോയി നോക്കി നോക്കാം. മേലെവും നമുക്ക് പോയി ചോദിച്ചു നോക്കാം. നമ്മളാളോട് ചോദിച്ച് അപ്പൊ ആള് നമുക്ക് ഈ വണ്ടിക്ക് വേണ്ടി 2 കോടി രൂപ തന്നിട്ടുണ്ട്. ഇത് റയർ വണ്ടിയാണ് ഗൈസ്. ഈ ലോകത്തിൽ 1 പീസ് മാത്രമേ ഉള്ളൂ. അതാണ് ഇപ്പൊ നമ്മൾ കൊണ്ടുകൊടുത്ത ഈ ഷോറൂമില്. ഈ ഷോറൂമിൽ ഇപ്പൊ കാറുകളൊന്നുമില്ല. കാറുകളൊക്കെ ഓൺ ദ വേ ആണ്. വണ്ടിയിൽ വരുന്നുണ്ട് കാറുകളൊക്കെ. മറ്റേ വലിയൊരു കണ്ടെയ്നർ ഉണ്ടല്ലോ, അതിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ വണ്ടി ഇവിടെ കൊടുത്തപ്പോൾ ആള് പറഞ്ഞ് നമുക്ക് 2 കോടി തന്നിട്ട് ഈ വണ്ടി ഇവിടെ വെച്ച് പോയിക്കോ പറഞ്ഞു. ബമ്പർ വീട്ടിന്ന് പറഞ്ഞപ്പോ അതൊന്നും സീനില്ല പറഞ്ഞു നമുക്ക്. പക്ഷെ ആൾക്ക് അതൊന്നും സീൻ ഉണ്ടാവില്ല. കാരണം സെയിലാക്കുമ്പോൾ നല്ല ക്യാഷും കാര്യങ്ങളൊക്കെ ആൾക്ക് കിട്ടും ഗൈസ്. അപ്പൊ എനിക്ക് 2 കോടി തന്നു കണ്ട് കാര്യമില്ല. ആൾക്ക് ഒരു 5 കോടി അടുത്തോളം വിൽക്കുമ്പോൾ സെയിലാക്കുമ്പോൾ ആൾക്ക് അതിന്റെ പ്രൈസ് ഇടാം. നമുക്ക് പേടിക്കാനൊന്നുമില്ല. നമ്മളൊക്കെ ഫോണുള്ളിടത്തോളം കാലം നമ്മൾ ഇങ്ങനത്തെ കുറെ വണ്ടി ഇവിടെ കൊടുക്കും. ഇതിൽ കളർ ചേഞ്ച് ചെയ്യാൻ എന്താ ചെയ്യുക? ഇതിൽ ഗാലറിയുടെ ഓപ്ഷൻ ഉണ്ടല്ലോ, ഇതിൽ വല്ല ഫോട്ടോസ് ആയിട്ട് ഉണ്ടാവും. ഇതെന്താ ഗാലറി എടുക്കുമ്പോൾ കളേഴ്സിന്റെ വരുന്നത്? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കളർ ഏതാ? ഞാൻ ഈ സെലക്ട് ചെയ്താലാണ് ഗാലറി ഓപ്പൺ ആവാ. യെല്ലോ കൊടുത്തോക്കാം. ഇതെന്തോ ഗൈസ്, വണ്ടിയുടെ കളർ മാറി. ഓറഞ്ച് മതി, അത് അത്തിരി കൂടി നല്ലത്. ഒരു ഗോൾഡൻ ലുക്ക് തോന്നുന്നുണ്ട്. അല്ല ഗൈസ്, ഇത് ഗോൾഡാണ്. ഗോൾഡൻ ലുക്കല്ല, ഈ വണ്ടി ഓൾറെഡി ഗോൾഡാണ്. അതിമ്മ കളർ അടിച്ചിരിക്കുന്നു. ഇപ്പൊ നമ്മൾ ഈ കളർ അടിച്ചപ്പോ ഗോൾഡായി. കാരണം അതുമൊന്നും ജസ്റ്റ് അറിയാണ്ട് ഈ വണ്ടി കേറുമ്പോ എന്റെ കയ്യുമ്മ മോതിരം ഉണ്ടായിരുന്നത് നിറങ്ങിയപ്പോ അതിന്റെ പെയിന്റ് പോയില്ല. ജസ്റ്റ് അവിടെ സ്ക്രാച്ച് ആവൂലേ? ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്ക്രാച്ച് ആവൂല. അപ്പൊ ഇത് ഗോൾഡ് ആണ് ഗായ്സ്. ഇനിയിപ്പോ ഞാൻ റിച്ച് ആയി. ഇനിയിപ്പോ എന്താ പേടിക്കാനുള്ളത്? നമുക്ക് അവിടുന്ന് 2 കോടി ഓൾറെഡി കിട്ടി. നമുക്ക് ഡ്രസ്സ് കടയിൽ പോവാം. ആദ്യം മാറിക്ക് ചേച്ചങ്ങണ്ട് നമുക്ക് ആദ്യം ഡ്രസ്സ് കടയിലോട്ട് പോയിട്ട് കുറച്ച് ഡ്രസ്സുകളൊക്കെ ഒന്ന് വാങ്ങിച്ചിടാം. ഇടിക്കരുത്, ഇടിച്ചാൽ എന്താ സീനൊന്നുമില്ല. ഇവിടെ കൊണ്ടൊരു ഡ്രസ്സ് കട ഉണ്ട്. അയ്യോ, അപ്പൊ ബാക്ക് ചെയ്ത ബമ്പർ ഊരിപ്പോയല്ല. അത് ആരെങ്കിലും എടുത്തുകൊണ്ട് സെയിലാക്കോ? സീനില്ല, ജീവിച്ചു പോയിക്കോട്ടെ പാവങ്ങള്. നമ്മളൊക്കെ ഗോൾഡ് സീനല്ലേ, നമ്മള് സീനാണ്. പിന്നെ എന്നാലാരാവും അവിടെ ഫോൺ ഇട്ട് പോയത്? അത് എപ്പോഴും എനിക്ക് ഓർമ്മ വരികയാണ്. നമുക്ക് വണ്ടി ഇവിടെ ഇടാം. ഡ്രസ്സ് കട ആ ഭാഗത്താണ്. നമുക്ക് ആദ്യം ഡ്രസ്സ് കടയിൽ പോയിട്ട് കുറച്ച് ഡ്രസ്സുകളൊക്കെ ഒന്ന് വാങ്ങിച്ചിടാം. ഒത്തിരി VIP ലുക്കിൽ വരാം ഗൈസ്. അപ്പോൾ ഈ ബനിയനും നിക്കറും ഇട്ടിട്ടുള്ളത് ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരാം, എന്നിട്ട് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ആ കടയിൽ കയറിയിട്ട് ഒരു ക്യാപ്പും ഒരു ഹുഡിയും പിന്നെ നമ്മളൊരു ഫാൻറ്റും വാങ്ങിച്ചിട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ക്യാഷും കാര്യങ്ങളൊക്കെ ഇട്ടേക്കാനാണ്. നമ്മൾ ഇത്ര നേരം ക്യാഷ് നമ്മൾ ഈ ഒരു റോൾസ് റോയ്സിന്റെ ഡാഷ് ബോർഡിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മളെ കണ്ട ഒരു VIP ലുക്കാണ് ഗൈസ്. കാരണം ഒരു റോൾസ് റോയ്സിൽ നമ്മൾ ഇമ്മാതിരി സ്യൂട്ടൊക്കെ ഇട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ലെവലല്ലേ. അയ്യോ, ഇതിന്റെ ബാക്കിലത്തെ ബമ്പർ ഇല്ല, അത് ഇത്തിരി മോശമായി പോയി. അത് സീനില്ല, നമുക്ക് ഫോണുണ്ടല്ലോ. ഞാൻ നേരം നമുക്ക് വണ്ടി വാങ്ങിച്ച് കൂട്ടണ്ട ഗൈസ്. കാരണം ആവശ്യം വരും. ചിലപ്പോൾ എനിക്ക് ഫോൺ വല്ല റീചാർജ് ആവും. അങ്ങനെ റീചാർജ് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ റീചാർജ് ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല ഈ ഫോണിൽ. അതുകൊണ്ട് നമുക്കിപ്പോൾ അത് വേണ്ട. ആവശ്യമുള്ള ഈ വണ്ടിയൊക്കെ ഒന്ന് ഇടിച്ച് കത്തിപ്പൊളിയുമ്പോൾ മാത്രമേ നമുക്ക് വേറെ വണ്ടി എടുത്താൽ മതി. പിന്നെ ഇപ്പം ഞാൻ ഇവിടേക്ക് പോകണമെന്ന് നിങ്ങൾക്കറിയോ? നേരത്തെ നമ്മൾ ഒരു വീടിൻ്റെ അതേ കൂടെ പോയില്ലേ, ഇതാ കാണുന്ന വീട്. ആ വീടിൻ്റെ അതേ കൂടെ പോയപ്പോൾ ആ വീട് സെയിലിന് ഇട്ടിരിക്കരുന്ന്. നമുക്ക് ആ വീട് അങ്ങോട്ട് വാങ്ങിക്കാം. അവിടെ ഒരു നമ്പർ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഈ നമ്പറിൽ എങ്ങനെ വിളിക്കും ഗൈസ്? ഞാൻ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ ഉള്ളവരെ കൊണ്ട് അന്വേഷിച്ചിട്ട് നമുക്ക് ഈ വീട് അങ്ങോട്ട് മേടിക്കാം. നേരത്തെ നമ്മളിവിടെ ഒരു ഫോർച്യൂണർ കണ്ടിരുന്നു.
ആ സമയത്ത് ഈ വീടിൻ്റെ ഓണർ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആളിവിടെ ഇല്ല തോന്നണ്. പക്ഷെ നേരത്തെ തന്നെ നമുക്ക് പോയി ചോദിക്കാറുന്നില്ലേ. ഞാൻ എന്തായാലും ഈ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ ഗൈസ്, എന്നിട്ട് കാണാം. ഗൈസ് നമ്മളിപ്പോൾ ഈ വീടിൻ്റെ ഓണറിൻ്റെ അടുത്തേക്കൊക്കെ പോയി കാശും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മളങ്ങനെ ഈ വീട് അങ്ങോട്ട് സ്വന്തമാക്കി ഗൈസ്. അല്ല പിന്നെ നമ്മളുടെ കളി. കുറച്ച് നേരത്തിന് മുമ്പ് നമ്മൾ സൈക്കിളുമ്പോൾ ഈ വീട് വന്ന് നോക്കിയുള്ളൂ, അപ്പത്തിന് നമുക്ക് ഈ വീട് അങ്ങോട്ട് കിട്ടി. ഇപ്പം നമ്മൾ ഏകദേശം റിച്ചായി ഗൈസ്. നമ്മളങ്ങനെ ഈ വീട് അങ്ങോട്ട് വാങ്ങിച്ച്. ഇപ്പം റിച്ച് അല്ല, ഇപ്പം അൾട്രാ പ്രോമാക്സ് റിച്ചാണ് ഈ നാട്ടിലുള്ള. ഒക്കെ മേലും കാര്യങ്ങളൊക്കെ ഒരു ജിമ്മുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ ഇത് റിച്ച് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ള ഗൈസ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ഒരു കിടക്കാച്ച് ഗെയിം പ്ലേ കൂടിയിട്ട് കൊണ്ടുപോകണം. അപ്പോഴത്തേക്കും ബൈ ബൈ ഗൈസ്.